കടുത്തുരുത്തി മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞു എന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ വിശ്രമത്തിലേക്ക് നീങ്ങുമ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തെക്കുറിച്ച് ഉയരുന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു എന്നതാണ്. എന്നാൽ 2011 മുതൽ 2026 വരെയുള്ള തിരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ കടുത്തുരുത്തി മണ്ഡലം അതിന്റെ സ്വതസിദ്ധമായ വോട്ടിംഗ് രീതിയിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും കടുത്തുരുത്തിയിൽ പോളിംഗ് ശതമാനം വലിയ മാറ്റങ്ങളില്ലാതെ ഒരു പ്രത്യേക നിരക്കിൽ സ്ഥിരത പുലർത്തിയിരുന്നു. ഇത്തവണയും ആ കണക്കുകളിൽ നിന്ന് വലിയൊരു വ്യതിയാനം സംഭവിക്കുന്നില്ല. പുരുഷന്മാരുടെ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ മാറ്റങ്ങൾ ദൃശ്യമാണെങ്കിലും മണ്ഡലത്തിന്റെ ആകെ പോളിംഗ് ശതമാനം മുൻ വർഷങ്ങൾക്ക് സമാനമായി തന്നെ തുടരുന്നു. 2011 61.17% കടുത്തുരുത്തിയിലെ പോളിംഗ് 2016 69.59%, 2021 68.05% രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കണക്കുകളെ സംസ്ഥാനത്തെ പൊതുവായ വോട്ടിംഗ് നിലവാരവുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിലെ വൈരുദ്ധ്യം പലർക്കും അനുഭവപ്പെടുന്നത്. ഉദാഹരണത്തിന് 2021 കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം 73.9 ആയിരുന്നപ്പോൾ കടുത്തുരുത്തിയിൽ അത് 68.05 മാത്രമായിരുന്നു. അതുപോലെ 2016 സംസ്ഥാനത്തെ ശരാശരി 77.10% എത്തിയപ്പോഴും മണ്ഡലത്തിൽ 69.59% വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത്. 2011 ആകട്ടെ സംസ്ഥാനത്തെ 74.92% താരതമ്യം ചെയ്യുമ്പോൾ കടുത്തുരുത്തി 71.17% നിന്നു. ഈ കണക്കുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. കടുത്തുരുത്തി മണ്ഡലം അതിന്റെ വോട്ടിംഗ് ശൈലിയിൽ കാലങ്ങളായി ഒരു പ്രത്യേക സ്ഥിരത പുലർത്തുന്നുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തി അതിന്റെ സ്വാഭാവികമായ ട്രെൻഡ് പിന്തുടരുന്നത് കൊണ്ടാണ് ഈ കുറവാണെന്ന തോന്നലുണ്ടാകുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകളെ ഭയപ്പെടേണ്ടതില്ലെന്നും മണ്ഡലം അതിന്റെ പതിവ് രാഷ്ട്രീയ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നതെന്നും വേണം വിലയിരുത്താൻ. അയൽ മണ്ഡലങ്ങളായ പാലായിൽ 2011 73.53%, 2016 77.25%, 2021 73.37% എന്നിങ്ങനെയും ഏറ്റുമാനൂരിൽ യഥാക്രമം 78.49%, 79.66%, 74.02% എന്നിങ്ങനെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈക്കത്താകട്ടെ 2011 79.03%, 2016 81.39%, 2021 76.24% എന്നിങ്ങനെയായിരുന്നു പോളിംഗ് നില. ഈ പോളിംഗ് വ്യത്യാസത്തിന് പിന്നിൽ കൃത്യമായ ചില സാങ്കേതികവും സാമൂഹികവുമായ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് SIR നടപടികളുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നടന്ന ശുദ്ധീകരണ പ്രക്രിയ. കൃത്യമായ പരിശോധനകളിലൂടെ അർഹമല്ലാത്ത നിരവധി പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത് കണക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഉന്നത വിദ്യാഭ്യാസത്തിനായി മികച്ച തൊഴിലിനായി മണ്ഡലത്തിന് പുറത്തേക്കും വിദേശത്തേക്കും വലിയ തോതിൽ ആളുകൾ കുടിയേറുന്ന പ്രവണതയും കടുത്തുരുത്തിയിൽ ശക്തമാണ്. ഇത്തരത്തിൽ നാട് വിട്ടുപോയവർ വോട്ടർ പട്ടികയിൽ തുടരുന്നുവെങ്കിലും പോളിംഗ് ദിവസം ബൂത്തിൽ എത്താൻ കഴിയാത്തത് ശതമാനക്കണക്കിൽ കുറവായി പ്രതിഫലിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് കടുത്തുരുത്തിയിൽ വോട്ടിംഗ് കുറഞ്ഞു എന്ന തോന്നലുണ്ടായത്? ഇതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ അയൽ മണ്ഡലങ്ങളിലെ കണക്കുകൾ കൂടി നോക്കേണ്ടതുണ്ട്. മറ്റു പല മണ്ഡലങ്ങളിലും ഇത്തവണ അപ്രതീക്ഷിതമായ വോട്ടിംഗ് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർധനവ് കടുത്തുരുത്തിയിലെ പോളിംഗ് കുറവാണ് എന്നൊരു തോന്നിപ്പിക്കൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ കടുത്തുരുത്തിയിലെ വോട്ടർമാർ അവരുടെ പതിവ് ശൈലിയിൽ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിട്ടുണ്ട്. പോളിംഗ് ശതമാനത്തിലെ ഈ സ്ഥിരത മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.